ബിജെപി നേതാവ് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തീർച്ചയായിട്ടും ഞങ്ങൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നിർദ്ദേശത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയായിരിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർ സമർപ്പിക്കാൻ പോകുന്നത്. വേറെ ഏതെങ്കിലും നിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരിക്കും. പക്ഷേ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം വരണാധികാരിയായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി ഇന്ന് വൈകിട്ടെത്തിയതിന് ശേഷം നാളെ രാവിലെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് നടക്കും. അല്ല, അദ്ദേഹം വർഷങ്ങളായിട്ട്, അതായത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പാർട്ടിയുടെ അത്തരത്തിലുള്ള യോഗങ്ങളിൽ നേരിട്ടും ഓൺലൈനായിട്ടും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിനു പുറമെ അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ടൊരു 2-3 ടേം അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക എനിക്ക് ഏതായാലും ഇല്ല. ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടാവുമായിരുന്നെങ്കിൽ കേരളത്തിലെ സംസ്ഥാന കോർ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായിട്ട് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഒരു തരത്തിലുള്ള സംശയവും BJPയുടെ മുതിർന്ന നേതാക്കന്മാരിൽ ആർക്കുമില്ല. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ആർക്കെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു. ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടുതൽ ഊർജിതമായിട്ട് നീങ്ങും. കാരണം ആ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇടാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളിൽ ശ്രീ രാജീവ്ജിയും പങ്കാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയുള്ള പ്രവർത്തനങ്ങളല്ല ഇത്രയും കാലം നടന്നത്. ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത് ആളാരാണെന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ടു. അല്ല, BJPയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു കാര്യമില്ല. മാത്രമല്ല ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു ആലോചനയോ നിർദ്ദേശമോ അഭിപ്രായമോ ആവശ്യമോ ആരും ഉന്നയിച്ചിട്ടില്ല. അല്ല, ഇതൊക്കെ ആപേക്ഷികമായിട്ടുള്ളതാണ്. കാരണം ഓരോ പ്രസിഡന്റിൻ്റെയും അനുഭവ പരിചയം വ്യത്യസ്തമായിരുന്നു. ഒരാളും മറ്റൊരാളെ പോലെയുള്ള ആളായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ തുടക്കം മുതലുള്ള ആളുകളെ ഓരോരുത്തരെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ആ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം പാർട്ടിക്ക് മുതൽക്കൂട്ടാവും. മാത്രമല്ല, ഈ പ്രസിഡന്റ് ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ പ്രസിഡന്റ് ആവുന്നു എന്നുള്ളതിനർത്ഥം ഇതുവരെ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരുടെ പ്രവർത്തനങ്ങളുടെ അനുഭവവും അവരെല്ലാവരും ഇപ്പോഴും സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ അവരുടെ എല്ലാവരുടെയും അനുഭവ പരിചയം ഒരുമിച്ച് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ശക്തി പകരും എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാങ്കേതിക മേഖലയിലെ വൈദഗ്ധ്യവും മാനേജ്മെൻറ്റ് മേഖലയിലുള്ള വൈദഗ്ധ്യവും ആ വൈദഗ്ധ്യം ഒരുപക്ഷെ BJPക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയൊരു മാനം, ആ മാനം കൂടി
അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എനിക്ക്. സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം താഴെത്തട്ടിൽ പ്രവർത്തകർക്ക് അങ്ങനെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സമരത്തിൽ അദ്ദേഹം അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾക്കകം എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ സാധിച്ചു. അഥവാ അങ്ങനെ ഒരു ചെറിയൊരു ന്യൂനതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം പാർട്ടിക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അതെ, അല്ല, സംഘടനാ തലത്തിൽ ശശി തരൂരിൻ്റെ ആയിട്ട് ഞാൻ താരതമ്യം ചെയ്യില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് അധികം നിൽക്കാത്ത ഒരാളാണ്. രാജീവ് ജി അങ്ങനെ ആയിരിക്കും എന്നുള്ള അഭിപ്രായമില്ല. അദ്ദേഹം കേരളത്തിലുണ്ട്. പാർട്ടിയിൽ ഇപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് രാജീവ് വരുന്നതിനകത്ത് വിയോജിപ്പുകൾ ഉയർന്നു സാധ്യത കാണുന്നുണ്ടോ? പാർട്ടി ആര് കാണുന്നു? പാർട്ടി കാണുന്നുണ്ടോ ഈ പാർട്ടിക്കകത്ത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും കേട്ടില്ല. അതുകൊണ്ടാണ്